ഹലോ ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനലിൽ എങ്ങനെ വിജയിക്കണം, അതിന് ഒരു ക്രിയേറ്റർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ കൂടെ പ്രിയപ്പെട്ട കുറേ ഫാമിലി മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം പേര് സപ്പോർട്ടുമായിട്ട് കമൻസുമായിട്ടൊക്കെ വരാറുണ്ട്. ഒരു ക്രിയേറ്റർ വന്നിട്ട് യൂട്യൂബിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ ധാരാളം പുതിയ ക്രിയേറ്റേഴ്സ് എന്നും യൂട്യൂബിലോട്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള യൂട്യൂബ് യാത്ര വന്നിട്ട് വളരെ സുഗമമായിരിക്കും. അപ്പോൾ ആദ്യ കാലത്തിലൊക്കെ ഈ പുതിയ യൂട്യൂബേഴ്സ്, പുതിയതായിട്ട് വന്ന ക്രിയേറ്റേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒരു 2-3 വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഏത് ടൈം അങ്ങനെ ഒന്നുമില്ല, ആവുന്ന വിധമൊക്കെ അവർ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോസ് ഇടുക എന്നുള്ള ചിന്ത മാത്രമാണ് എല്ലാവർക്കും. ചിലപ്പോഴൊക്കെ അവർ രാവിലെ 4 മണിക്കൊക്കെ ഇടാറുണ്ട്, രാത്രിയിൽ ഇടാറുണ്ട്. അപ്പോൾ ആരും കാണാനുണ്ടാവില്ല സാധാരണ ഈ സമയത്തൊക്കെ ഇടുമ്പോഴേക്കും. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഇട്ട് നോക്കും, രാത്രിയിൽ ഓരോ ടൈമും മാറ്റി ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അതുപോലെ രാത്രിയിലൊക്കെ ഒരു ഉറക്കമൊക്കെ ഇളച്ചിട്ട് ഉറങ്ങാതെ ഒരുപാട് പ്രയത്നിച്ചിട്ടൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രയത്നിക്കുന്നവരുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. എല്ലാവർക്കും വന്നിട്ട് യൂട്യൂബിൽ വിജയിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അപ്പോൾ ഒരു സബ് കൂടിയാൽ തന്നെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു സബ് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. തുടക്കത്തിലൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ആൾ കമൻറ്റ് ഇട്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ സന്തോഷം വരാം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം സന്തോഷിക്കാറുണ്ട്. പിന്നെ ഈ സബിലൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ടാസ്ക് ഗ്രൂപ്പ് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ കൊടുത്താലും ഇങ്ങോട്ട് കിട്ടാറില്ല. വീഡിയോസിൽ വന്നിട്ട് വ്യൂസ് കയറിയാലേ നമ്മൾക്ക് നമ്മുടെ ടാസ്ക്, നമ്മുടെ ഏർണിങ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വരാറുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സായിട്ട് വരുന്നവർ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ എത്ര വീഡിയോസ് വേണമെങ്കിലും നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് യാതൊരു റെസ്ട്രിക്ഷൻസോ ലിമിറ്റേഷനോ ഒന്നുമില്ല. അപ്പോൾ ഏത് സമയത്തിലാണ് ചെയ്യണം എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ ഉച്ചയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് എപ്പോഴും കൂടുതൽ ആളുകൾ ഉച്ച കഴിഞ്ഞിട്ടാണ് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ യൂട്യൂബിൽ നമ്മൾക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് വ്യൂസ് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം മോണറ്റൈസേഷൻ വരയ്ക്കും വാച്ച് അവേഴ്സ് കൂടണം. ആ കൂടിയ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ മോണറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എവിടെയും ഈ ഇതിന് വേണ്ടിയിട്ട് വ്യൂസിന് വേണ്ടിയിട്ടും ഒക്കെ പോയി യാചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നല്ല എഡിറ്റിങ്, നല്ല പിക്ചർ ക്വാളിറ്റി ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ 3 കാര്യങ്ങൾ, നല്ല എഡിറ്റിങ്, നല്ല പിക്ചർ ക്വാളിറ്റി, കൺസിസ്റ്റൻസി, ഇത് 3ഉം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ വന്നിട്ട് സക്സസ് ആകാനായിട്ട് കഴിയും. അപ്പം അതുപോലെ തന്നെ തമ്പനയിൽ തുടക്കത്തിൽ ഒരുപാട് പേര് ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക്, തമ്പനയിൽ നല്ലോണം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമ്പനയിൽ, നല്ല അട്രാക്റ്റീവായിട്ടുള്ള തമ്പനയിൽ. അതായത് സാധാരണ നമ്മൾ ഈ ഹോം ഫീഡിൽ തന്നെ പോയിട്ട് ഈ സ്ക്രോൾ ചെയ്തൊക്കെ നോക്കുമ്പോഴേക്കും നമ്മൾ ഓരോ വീഡിയോസും പോയി തുറന്ന് നോക്കാറില്ല അല്ലേ. ആകർഷകമായിട്ടുള്ള തമ്പനയിൽ കണ്ടാൽ നമ്മൾ ഉടനെ അത് തുറന്ന് നോക്കാറുണ്ട്. അപ്പോൾ തമ്പനയിലെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അലൗ എംബെഡിങ് എന്ന ഒരു ഓപ്ഷൻ. അത് അവർക്ക് വന്നിട്ട് ഡിസേബിൾ ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ വന്നിട്ട് വാട്സപ്പിൽ കൂടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ അലൗ എംബെഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് ഡിസേബിൾ ചെയ്തില്ലെങ്കിൽ അവർ വന്നിട്ട് വാട്സപ്പിൽ തന്നെ തുറന്നിട്ട് അവിടെ തന്നെ വീഡിയോ കാണുകയും അതിൽ നിന്ന് നമുക്ക് വാച്ച് ടൈമോ റവന്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ അവരെ യൂട്യൂബിൽ വരുത്തിച്ച് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ട് വേണം വീഡിയോസ് കാണാനായിട്ട് അത് ചെയ്യേണ്ട. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അങ്ങനെ ഹാൻഡിലോ എന്തെങ്കിലും പറഞ്ഞിട്ട് ചാനലിൽ വന്ന് സെർച്ച് ചെയ്തിട്ട് വേണം വീഡിയോസ് കാണാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ അലോ എംബെഡിങ് വന്നിട്ട് നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിലോട്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം. അപ്പോൾ സാധാരണ
യൂട്യൂബിൽ വരുന്ന ആളുകൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടും തന്നെയാണ് കണ്ടൻറ്റൊക്കെ റെഡിയായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ വന്നിട്ട് ഒരുപാട് പേര് കളിയാക്കുന്നതും പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, ഇതൊക്കെയാണോ പണി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനൊക്കെ, നിനക്കൊന്നും വേറെ ജോലിയില്ലെന്ന് ഒരുപാട് പേര് കളിയാക്കി ചോദിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊന്നും കൂട്ടാക്കേണ്ട, നമ്മളുടെ പാഷനോ ഇല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിലോ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ ജോലിയൊക്കെ ഉള്ളവർ അത് കഴിഞ്ഞ് വന്നിട്ട് അവരുടെ ബാക്കി സമയം വന്നിട്ട് യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. കുട്ടികൾ വന്നിട്ട് പഠിപ്പൊക്കെ കളഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ പിറകിൽ പോകരുത്. ഇപ്പോൾ പഠിപ്പാണ് മുഖ്യം അല്ലേ. നമ്മൾ പഠിച്ചിട്ട് നല്ലൊരു സ്ഥിതിയിലൊക്കെ എത്തിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് യൂട്യൂബൊക്കെ ഒരു സൈഡായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. നന്നായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റുഡൻസൊക്കെ എപ്പോഴും പഠിപ്പും ഇത് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ വരിക. അപ്പോൾ ഈ ഒരു ഫീൽഡ് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് കഴിയും. ധാരാളം കളിയാക്കലും അവഹേളനവും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കളിയാക്കുന്നതൊക്കെ ഇതിപ്പോൾ ഈ ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് മറു ചെവിയിൽ കൂടെ അങ്ങ് കളയാനായിട്ട് ആദ്യം പഠിക്കണം. അല്ലാതെ അത് തന്നെ മനസ്സിൽ വെച്ചിട്ട് അയ്യോ ഇന്ന് അവരിങ്ങനെ നമ്മളെ കളിയാക്കി അങ്ങനെ പറഞ്ഞു, മോശമായിട്ടുള്ള കമൻ്റ് ഇട്ടു, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ യൂട്യൂബിൽ മുമ്പോട്ട് പോകും, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരുപാട് വലിയ വലിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും തന്നെയാണ്. അപ്പോൾ അവരുടെ വിജയമന്ത്രം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അവർ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കും, കൺസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ നമ്മൾക്ക് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഷ്ടങ്ങളുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് എന്നും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ആകും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അത് വെച്ചിട്ടൊരു സെക്കൻഡ് ചാനൽ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ചാനലിൻ്റെ ഫാമിലിയെ തന്നെ രണ്ടാമത്തെ ചാനലിലും കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വളർന്നു വരുന്നത് യൂട്യൂബിൽ. അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇത്തരത്തിൽ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഏർണിങ്സ് കിട്ടാനായിട്ടാണ് നമ്മളെല്ലാവരും യൂട്യൂബിലോട്ട് വന്ന് കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഏർണിങ്സ് തന്നെ കിട്ടും. നമ്മൾ ചെയ്യാനുള്ള എന്താണ്, അത് ചെയ്തുകൊണ്ടേയിരിക്കുക ക്ഷമയോടെ. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം അത് നമ്മൾ ദൃഢനിശ്ചയത്തോടെ തന്നെ അതിൽ നന്നായിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും വിജയിക്കും. 100% നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും, ഉറപ്പാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നന്നായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഏതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ഈ ഓരോ ക്രിയേറ്റേഴ്സും പഠിക്കുന്നത്. അപ്പോൾ മനസ്സ് വേദനിപ്പിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ചെയ്ത് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. മാത്രമല്ല നിങ്ങൾ വേറൊരാളെ കൊണ്ട് ഇതൊന്നും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ പറയാനായിട്ട് പോകരുത്. തനിയെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഗുണം കിട്ടുകയുള്ളൂ. ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. മാത്രമല്ല ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ എപ്പോഴും ഓരോരോ ആവശ്യത്തിനൊക്കെ ആ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ തന്നെ എല്ലാം സ്വയം ചെയ്ത് പഠിക്കണം. സ്വയം പ്രാക്ടീസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ്, അതിൽ കൂടെ മാത്രമേ നമ്മൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബിൽ വിജയിക്കണമെങ്കിൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടുക. ആ വീഡിയോസ് വന്നിട്ട് എപ്പോഴും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക. കാരണം നമ്മൾക്ക് ഈ തിരക്കുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല. അതുപോലെ നമ്മൾ മുമ്പ് തന്നെ കുറേ വീഡിയോസ് റെഡിയായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴെങ്കിലും ബിസി ആയിട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരുന്നാൽ വളരെ എളുപ്പമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഫാമിലിയും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.